എല്ലാവർക്കും സൗന്ദര്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ എന്താണ് എൻ്റെ കപ്പലിലെ ജോലി? ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ഒരാൾക്ക് ഷിപ്പിലുള്ള ജോലി സാധ്യതകൾ എന്തെല്ലാമാണ്? അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ ഒരിക്കലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അത് തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മിക്സോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത്, എക്സാക്റ്റ്ലി അതുപോലെ തന്നെയാണ്. പക്ഷെ കുക്കിംഗ് നമ്മൾ ചെയ്ത് പഠിക്കുന്ന പോലെ ഇത് ചെയ്ത് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിനുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ട്. ഞാൻ UK ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. ചില ഫേമസ് മിക്സോളജിസ്റ്റിനെയൊക്കെ കാണാനും പിന്നെ കോക്ടെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാനും എനിക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ കോക്ടെയിൽ ഉണ്ടാക്കുന്നത് ഒരു ഹോം മെയ്ഡ് റമ്മാണത്. ഈ ബക്കാഡി എന്ന റം നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഹോം മെയ്ഡ് സ്പൈസസ് എല്ലാം ചെയ്തിട്ട് അത് നമ്മൾ കുറേ നാൾ ഏജ് ചെയ്യും. ശരിക്കും അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് സ്പൈസ് റമ്മായിട്ട് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും നല്ല നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒരിക്കലും ഒരു അഡിക്റ്റീവ്സ് ഇല്ലാത്ത രീതിയിൽ നാച്ചുറലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഏജ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. നല്ല കുറേ പ്രോസസ്സാണ്, അത് ലെങ്ത് പ്രോസസ്സാണ്. ഇപ്പോൾ ബിറ്റേഴ്സ് ആഡ് ചെയ്തു, പിന്നെ കുറച്ച് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഫ്രഷ് ആയിട്ടുള്ളത്. ഈ കോക്ടെയിലെല്ലാം ഫ്രഷ് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് മാർമലേഡ് നമുക്കിപ്പോൾ കാണാം, അത് ഞങ്ങൾ തന്നെ ഓൺബോർഡ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ ഓറഞ്ച് ബീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഇപ്പോൾ പറയാതെ ഓറഞ്ച് ബീറ്റർ യൂസ് ചെയ്യുന്നത്, കാരണം ഓറഞ്ച് ബീറ്റർ നല്ല മണമായിരിക്കും. നിങ്ങളിപ്പോൾ സൈഡിൽ എഗ്ഗ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എഗ്ഗ് നമ്മൾ ഇതിനകത്ത് എഗ്ഗ് വൈറ്റ് മാത്രം നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രോട്ടി ആയിട്ട് കിട്ടും നമുക്ക് ഡ്രിങ്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്ഗ് വൈറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ എഗ്ഗ് യൂസ് ചെയ്യുന്ന ഒരു വാർണിംഗ് ഉണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യാനല്ല, അതിലൊരു ജോലി സാധ്യത മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒത്തിരി റോ പ്രൊഡക്ട്സും, അതായത് എഗ്സ്, അങ്ങനെയുള്ള പല റോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അത് പബ്ലിക് ഹെൽത്ത് അഡ്വൈസറി ഉണ്ട്, ഞാനത് ഇടയ്ക്ക് കാണിച്ചിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. റോ പ്രൊഡക്ട്സ് കഴിക്കുന്നതിന് കുറച്ച് നമ്മൾ കെയർ ചെയ്യണം. കാരണം അതിനൊക്കെ നമുക്കൊരു ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ എന്താണ് ഷിപ്പിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കോക്ടെയിൽ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അറിയുന്ന ആളുകളിൽ എത്തിക്കുക. സോ അവർക്കിതൊരു പ്രചോദനമാവട്ടെ. കാരണം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തരാം കുക്കിങ്ങും അങ്ങനെയുള്ളൊരു ഇത് മാത്രം അല്ല, ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ടെന്ന് അവരിലേക്ക് എത്തിക്കാൻ എൻ്റെ വീഡിയോ സഹായമാകട്ടെ. താങ്ക് യു.